നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കി, 10,000-ൽ പരം മദ്രസകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വലിയ പണ്ഡിത സംഘടന. ആ പണ്ഡിത സംഘടനയ്ക്കുള്ളിൽ ആദർശ സംരക്ഷണത്തിനു വേണ്ടി ഒരു വിഭാഗം ഇറങ്ങുകയാണ്. ആദർശ സംരക്ഷണ സംഘങ്ങൾ എന്ന പേരിൽ ഒരു വിഭാഗം ഇറങ്ങേണ്ടി വരികയാണ്. മറ്റൊരു കൂട്ടം ആളുകൾ ആദർശം കൈവിടില്ല, ആദർശം ഞങ്ങൾ സംരക്ഷിക്കും, സമസ്ത ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. ഈ രീതിയിലുള്ള ഒരു ദുഷിപ്പിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, വിശ്വാസികളൊക്കെയും മുന്നിൽ കാണുന്ന പണ്ഡിതന്മാർ, വിശ്വാസികളൊക്കെയും വിശ്വസിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ, വിശ്വാസികളൊക്കെയും തങ്ങൾക്ക് വേണ്ടുന്ന നേതൃത്വമായി കണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ, ഈ പണ്ഡിതന്മാർ അവരുടേതായ സ്വാർത്ഥമോഹങ്ങളുടെ പേരിൽ ഭിന്നിച്ചുകൊണ്ടും വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടും വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുമുള്ള ആ ഒരു ദുഷിപ്പിലേക്ക് നീങ്ങുമ്പോഴാണ് ദീനിന് നാശം വരുന്നതും ദീന് അട്ടിമറിക്കപ്പെടുന്നതും. അല്ലാതെ സ്വതന്ത്ര ചിന്തകന്മാരോ മറ്റുള്ളവരോ മറിച്ചുള്ളവരോ ഒക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദുന്യാവിൽ നടന്നിട്ടുള്ള സുന്നത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ചര്യകളുടെയും അതേ രീതിയിലുള്ള സമ്പ്രദായങ്ങളുടെയും ഭാഗം മാത്രമാണ്. അതെക്കാലത്തും വരും, എക്കാലത്തും ഒരുപാട് കളകൾ വരും. ആ കളകളെ നീക്കാൻ യോഗ്യമായി പണ്ഡിതന്മാർ നീങ്ങും, ബുദ്ധിജീവികൾ നീങ്ങും, എഴുത്തുകാർ നീങ്ങും, പ്രബോധകന്മാർ നീങ്ങും. അവരെല്ലാം കള നീക്കിക്കൊണ്ട് ഇസ്ലാം ജയിച്ച് ജ്വലിച്ച് നിൽക്കുക തന്നെ ചെയ്യും. അതിൽ ഏൽപ്പിക്കപ്പെട്ട ചുമതലകളിൽ നിന്ന് മാറി നമ്മൾ ദുഷിക്കുമ്പോഴാണ്, വിശ്വാസികൾ ദുഷിക്കുമ്പോഴാണ്, വിശ്വാസികളുടെ നായകർ ദുഷിക്കുമ്പോഴാണ്, വിശ്വാസികളുടെ ഉലമാക്കന്മാർ ദുഷിക്കുമ്പോഴാണ് പ്രശ്നം. ഇതാണ് ലോകത്തെ എപ്പോഴും നശിപ്പിക്കുന്ന പ്രശ്നം, ദീനിനെ നശിപ്പിക്കുന്ന പ്രശ്നം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ അവർകൾ തനിക്കെപ്പോഴും ഒറ്റക്ക് നിൽക്കുമ്പോൾ താൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആത്മകഥമെന്നോണം സ്വന്തത്തോട് തന്നെ ചിന്തിച്ചുകൊണ്ട് തന്നെ ചോടിക്കൊണ്ടിരിക്കുന്ന 2 വരികളുണ്ട്. ആ 2 വരികളിൽ ഈ ഒരാപത്ത്, മഹാനവറുകൾ കാണുന്ന ആപത്ത്, അള്ളാഹുവിൻ്റെ ഹബീബ് കാണുന്ന ആപത്ത്, ഈ ഉമ്മത്തിൽ കാണുന്ന ആപത്ത്, പ്രത്യേകം ഈ ദീനിന് വരുന്ന ഒരു ആപത്തിനെ പ്രത്യേകം ചൂണ്ടുന്നതാണ് ബഹുമാനപ്പെട്ടു ഇതിനെങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാൻ കാരണം. വഹൽ ബദ്ദലദ്ദീന ഇല്ലൽ മുലൂക് വഅഹ്ബാറു സൂഇൻ വറുഹ്ബാനുഹാ ലഖദ് റതഅൽ ഖൗമു ഫീ ജീഫതി യബീനു ലിദിൽ ഇൽമി അൻതാനുഹാ. മഹാനായ അബ്ദുല്ലാഹ് മുബാറക് തങ്ങൾ അവർകൾ പറയുന്നത് വഹൽ, ഇത് മൂപ്പർ പറയുന്നതല്ല, മൂപ്പർ ഈ ബെയ്ത്തുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അന്യൻ്റെ ഒരു ബെയ്ത്ത് ഇങ്ങനെ ആത്മകഥമെന്നോണം ഇങ്ങനെ നല്ലോണം ഇഷ്ടപ്പെട്ട ചിന്തകൾ ആശയങ്ങൾ വന്നാൽ അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമല്ലോ, അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമല്ലോ. ആ പറയുന്ന ഈരടികളിൽ ഈ ദീനിനെ ആകെ മാറ്റിമറിക്കുന്നതും നാശം വരുത്തുന്നതും അധികാരിവർഗങ്ങളും അധികാര രാഷ്ട്രീയത്തിൻ്റെ പിന്നിലുള്ളവരും അധികാരത്തിലിരിക്കുന്നവരും അവരുടെ ചിന്തകളും അവരുടെ താല്പര്യങ്ങളും അവരുടേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമാണ് ഈ ദീനിനെ മാറ്റിമറിക്കുക. മറ്റൊന്ന്, ഈ സമുദായത്തിൻ്റെ അകത്ത് നിന്ന് തന്നെ ദുഷിച്ച പുരോഹിതന്മാർ, പണ്ഡിതന്മാർ, ദീനിൻ്റെ നിയമങ്ങളൊക്കെ, അള്ളാഹുവിൻ്റെ ശരീഅത്തിന് വേണ്ട നിയമങ്ങളൊക്കെ തങ്ങൾക്കുണ്ടാക്കാൻ അധികാരമുണ്ട് എന്ന് തോന്നി നിയമങ്ങൾ ഇഷ്ടം പോലെ ദീനിൻ്റെ പേരിൽ പാസ്സാക്കുന്ന രീതിയാണ് അഹ്ബാർ. അതാണ് ക്രിസ്തീയ പുരോഹിതന്മാർക്കുണ്ടായിരുന്ന ശൈലി. ആ രീതിയിൽ ഈ ഉമ്മത്തിലും പണ്ഡിതന്മാരിൽ ചിലർ പുരോഹിതന്മാരായി, അഹ്ബാറുകളായി, അത് ദുഷിച്ച അഹ്ബാറുകളായി. അല്ലാത്ത അഹ്ബാർ കുഴപ്പമില്ല, പുരോഹിതന്മാർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. മുന്നിൽ ഗമിക്കുന്നവർ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മുന്നിൽ ഗമിക്കുന്നവരായി ഉലമാക്കൾ എന്നും നടക്കേണ്ടവർ തന്നെയാണ്, ദീനിൽ മുന്നിൽ നടക്കേണ്ടവർ. പക്ഷേ ദുഷ്ടതയുടെ പേരിൽ ചീത്തയുടെ മുന്നിൽ നിൽക്കുന്നവരായി പണ്ഡിതന്മാർ മാറുമ്പോൾ അവരും ഈ ദീനിന് നാശം വരുത്തും, ഈ ദീനിനെ അട്ടിമറിക്കും. ഇവർക്ക് കീഴിൽ നിന്നുകൊണ്ട് ഇബാദത്തിലായി മുഴുകുന്ന ഔലിയാക്കളും സന്യാസികളും എന്ന പേരിൽ ദുന്യാവിൻ്റെ പരിത്യാഗികളായി ജീവിക്കുന്ന സൂഫികൾ, ഈ അഹ്ബാറിൻ്റെ ചൊൽപ്പടിക്ക് കീഴിൽ നിൽക്കുന്ന സൂഫികൾ, ഈ രീതിയിലാണ് ദുന്യാവ് നശിക്കുക. ലഖദ് റതഅൽ ഖൗമു ഫീ ജീഫതി യബീനു ലിദിൽ ഇൽമി അൻതാനുഹാ. കുഴപ്പമെന്തെന്നാൽ മനുഷ്യരെല്ലാവരും ആ ശവം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ഈ ദുന്യാവിൻ്റെ സുഖ സൗകര്യങ്ങൾ തിന്നുകൊണ്ട്, അതിനാസ്വദിച്ചുകൊണ്ട്, അതിൽ തീറ്റ കണ്ടെത്തിക്കൊണ്ട് മേഞ്ഞു നടക്കുന്നവരാണ് ഇവരെല്ലാവരും. ഈ ദുന്യാവെന്ന ശവത്തിൻ്റെ ദുർഗന്ധം
ജ്ഞാനികളായ പണ്ഡിതന്മാർക്കും ഉഹർവിയായ ആലിമ്യങ്ങൾക്കുമേ മനസ്സിലാവുകയുള്ളൂ. അല്ലാത്തവരൊക്കെയും ഈ ജീഫത്തിന് ചുറ്റും അടിഞ്ഞുകൂടി ഈ ജീഫത്ത് വാന്തിത്തുന്ന് ഈ ജീഫത്തിൻ്റെ മാംസങ്ങൾ വാരിത്തുന്നുകൊണ്ട് കഴിയുന്നവരായിരിക്കുമെന്നതാണ് ഈ പ്രശ്നത്തിൻ്റെ കാരണമെന്ന് മഹാനാവുകളെ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്ന ഈ ഇരടികൾ നമ്മുടെ മുമ്പിൽ എന്നും വരുമ്പോഴാണ് നമ്മുടെ സമൂഹം ദുഷിക്കുന്നത്. പണ്ഡിതന്മാർ അവരുടെ ദൗത്യം നിർവഹിക്കാതെ, ഉലമാ സംഘങ്ങൾ അവരുടെ ദൗത്യം നിർവഹിക്കാതെ തമ്മിലടിക്കാനും തെരുവിലിറങ്ങാനും രാഷ്ട്രീയ പാർട്ടികളെപ്പോലും വെല്ലുന്ന രീതിയിൽ നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ. നിങ്ങൾ തന്നെ ഇങ്ങനെ ആലോചിച്ച് നോക്കി. 10,000-ൽ പരം മദ്രസകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വലിയ പണ്ഡിത സംഘടന, ആ പണ്ഡിത സംഘടനയ്ക്കുള്ളിൽ ആദർശ സംരക്ഷണത്തിന് വേണ്ടി ഒരു വിഭാഗം ഇറങ്ങുകയാണ്. ആദർശ സംരക്ഷണ സംഘങ്ങൾ എന്ന പേരിൽ ഒരു വിഭാഗം ഇറങ്ങേണ്ടി വരികയാണ്. മറ്റൊരു കൂട്ടം ആളുകൾ ആദർശം കൈവിടില്ല, ആദർശം ഞങ്ങൾ സംരക്ഷിക്കും, സമസ്ത ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. ഈ രീതിയിലുള്ള ഒരു ദുഷിപ്പിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, വിശ്വാസികളൊക്കെയും മുന്നിൽ കാണുന്ന പണ്ഡിതന്മാർ, വിശ്വാസികളൊക്കെയും വിശ്വസിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ, വിശ്വാസികളൊക്കെയും തങ്ങൾക്ക് വേണ്ടുന്ന നേതൃത്വമായി കണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ, ഈ പണ്ഡിതന്മാർ അവരുടേതായ സ്വാർത്ഥമോഹങ്ങളുടെ പേരിൽ ഭിന്നിച്ചുകൊണ്ടും വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടും വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുമുള്ള ആ ഒരു ദുഷിപ്പിലേക്ക് നീങ്ങുമ്പോഴാണ് ദീനിന് നാശം വരുന്നതും ദീന് അട്ടിമറിക്കപ്പെടുന്നതും. അല്ലാതെ സ്വതന്ത്ര ചിന്തകന്മാരോ മറ്റുള്ളവരോ മറിച്ചുള്ളവരോ ഒക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദുന്യാവിൽ കഴിഞ്ഞുപോയി നടന്നിട്ടുള്ള സുന്നത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ചര്യകളുടെയും അതേ രീതിയിലുള്ള സമ്പ്രദായങ്ങളുടെയും ഭാഗം മാത്രമാണ്. അതെക്കാലത്തും വരും, എക്കാലത്തും ഒരുപാട് കളകൾ വരും. ആ കളകളെ നീക്കാൻ യോഗ്യമായി പണ്ഡിതന്മാർ നീങ്ങും, ബുദ്ധിജീവികൾ നീങ്ങും, എഴുത്തുകാർ നീങ്ങും, പ്രബോധകന്മാർ നീങ്ങും. അവരെല്ലാം കള നീക്കിക്കൊണ്ട് ഇസ്ലാം ജയിച്ച് ജ്വലിച്ച് നിൽക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ഭരണം സുദൃഢമായി ഈസാ നബി അലൈഹിസ്സലാമിനാൽ ഇവിടെ നിർവഹിക്കപ്പെടുകയും ചെയ്യും. അള്ളാഹു ആ നല്ല കാലത്തേക്ക് ജീവിക്കുമെങ്കിൽ അതിൻ്റെ പിന്നിൽ നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലെങ്കിലും അത് വിശ്വസിച്ചുകൊണ്ടുള്ള ആ മഹത്തായ സരണിയിൽ പാരമ്പര്യത്തിൻ്റെ വഴിയിൽ ജീവിക്കാൻ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.